നീ സംഖ്യയാണ്, നീ കമ്മിയാണ്, ഇസ്ലാമിന്റെ നിയമത്തെ പറ്റി പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടിയുള്ളത്? ഇത് മാത്രമല്ല, നല്ല പച്ചത്തെറികളാണ് എനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇവര് സംഖ്യയാക്കിയതിന്റെയും കമ്മിയാക്കിയതിന്റെയും പ്രധാന കാരണം എന്താണെന്നറിയോ? മുസ്ലിം പെൺകുട്ടികൾ ഓണത്തിന് ഡാൻസ് കളിച്ചതിനെ അനുകൂലിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അത് കുറച്ചു പേർക്ക് നന്നായിട്ട് അങ്ങ് കൊണ്ടു. അതിനുശേഷം എനിക്ക് കിട്ടിയ പേരാണ് സംഗിണി, കമ്മിണി എന്നൊക്കെ. എന്നെ സംഖ്യ എന്ന് വിളിച്ചവന്മാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പേര് റെജീന സെയ്ദു ജലീൽ എന്നാണ്. തലയിൽ തട്ടമില്ലാത്തതിന്റെ പേരിലാണ് നീയൊക്കെ എന്നെ സംഖ്യയും കമ്മിയും ഒക്കെ ആക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. നീയൊക്കെ എന്നെ കമ്മിന്ന് എത്ര വേണമെങ്കിലും വിളിച്ചോ, അത് അഭിമാനത്തോടു കൂടി ഞാൻ കേൾക്കും. കാരണം ഞാനൊരു കമ്മിയാണ്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ ഒരു മൊയിലാക്കന്മാരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഓൺലൈൻ വഴി ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന കുറച്ചു പേരെ മാത്രം ഉദ്ദേശിച്ചാണ്. പിന്നെ നീയൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് പറഞ്ഞല്ലോ, അവര് മതം പറയും, അതിന് നിനക്കെന്താ, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന്. അവർക്ക് മതം പറയണമെങ്കിൽ വല്ല ഓഡിറ്റോറിയത്തിലോ ഹാളിലോ പോയി ആളെ കൂട്ടി അവിടെ ഇരുന്ന് പറയാം. അല്ലാതെ നാനാജാതി മതസ്ഥർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളിൽ വന്നിരുന്നല്ല പറയേണ്ടത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റാൻ ആർക്കും അധികാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ എന്നെ തെറി വിളിക്കുന്നത്. ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെതിരെ പറഞ്ഞതിനാണ് ഇവർ എന്നെ ഇത്തരത്തിലൊക്കെ പറയുന്നത്. ഇവര് പറയുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ മറ്റുള്ള മതക്കാരും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇവര് പറയുന്നത് പോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയുകയാണ്, ആരും മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, അത് നമ്മുടെ മതത്തിന്റെ നിയമങ്ങൾക്ക് എതിരാണെന്ന്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്താകും നമ്മുടെ നാടിന്റെ ഗതി? അങ്ങനെ ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ അടക്കമുള്ളവർ പ്രതികരിച്ച് മുന്നോട്ട് വരുന്നത്. ഓണം ഹറാമാണെന്ന് പറയുന്ന ഈ ആളുകൾ ഓണത്തിന് കിട്ടുന്ന പെൻഷനും റേഷനും അവധിയും ഒക്കെ വേണ്ടെന്ന് വെക്കണം. അത് ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് ഈ മതനിയമങ്ങളൊന്നും പ്രശ്നമല്ല. ഈ ഓണം മുസ്ലിങ്ങൾക്ക് ഹറാമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഓണത്തിന് കിട്ടുന്ന കച്ചവട പ്രതീക്ഷിച്ച് ജീവിക്കുന്ന എത്രയോ മുസ്ലിം കച്ചവടക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് മറ്റുള്ള മതസ്ഥർ പോകരുതെന്ന് അവര് തീരുമാനിച്ചാൽ എന്താകും ആ കച്ചവടക്കാരുടെ അവസ്ഥ? ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന നീയൊക്കെ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചാണോ ജീവിക്കുന്നത്? അങ്ങനെയാണ് ജീവിക്കുന്നത്